അവധിക്കാലം ആരംഭിച്ചതോടെ മൂന്നാറിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ സന്ദർശകരുടെ തിരക്ക്. ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മാർച്ച് മാസത്തെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. അവധിക്കാലം ആഘോഷിക്കാൻ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തിയതോടെ ജില്ലയിലെ ടൂറിസം മേഖല ഉണർന്നു. ഊട്ടിയിൽ ഇ-പാസ് നിർബന്ധമാക്കിയതും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും സഞ്ചാരികളെ ദുരിതത്തിലാക്കുന്നതായാണ് ഊട്ടി സന്ദർശിച്ചവരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ഊട്ടി സസ്യോദ്യാനത്തിലെ പാർക്കിംഗ് സ്ഥലങ്ങളിലും ശുചിമുറികളില്ല. ഉദ്യാന റോഡിലെ നടപ്പാതകൾ പാതയോര വ്യാപാരികൾ കൈയടക്കിയതു കാരണം കാൽനടക്കാർക്ക് റോഡിലൂടെ വേണം സഞ്ചരിക്കാൻ. കുടിവെള്ളത്തിനുമുള്ള വാട്ടർ ATMകൾ മിക്ക സ്ഥലത്തും പ്രവർത്തിക്കുന്നില്ല. വെള്ളക്കുപ്പികൾ കണ്ടാൽ ഓടിച്ചിട്ട് പിടികൂടി ഫൈൻ അടപ്പിക്കും. ഊട്ടിയിലെ സഞ്ചാര മേഖലയിലേക്ക് സഞ്ചാരികളെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കുന്ന നടപടികളാണ് നടക്കുന്നതെന്ന് സഞ്ചാരികൾ പറയുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം പൂർണ്ണമായും ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇ-പാസ് ഇല്ലാത്തവരെ ചെക്ക് പോസ്റ്റുകളിൽ നിന്നും മടക്കി അയക്കും. ഇതിനുള്ള ബദൽ സംവിധാനങ്ങൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. കാഴ്ചകൾ കാണാനും ആഘോഷിക്കാനും വരുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ നിരാശയാണ് ഉണ്ടാകുന്നത്. ആളുകൾ മൂന്നാറിലേക്ക് ഡെസ്റ്റിനേഷൻ മാറ്റുന്നത് ഇതുകൊണ്ടായിരിക്കാം. മൂന്നാർ ടൗൺ, രാജമല, മാട്ടുപ്പെട്ടി, എക്കോ പോയിന്റ്, ഫ്ലവർ ഗാർഡൻ എന്നിവിടങ്ങളിലൊക്കെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗ്യാപ്പ് റോഡിലൂടെയുള്ള KSRTC ഡബിൾ ഡക്കർ ബസ് യാത്രകളുടെ എല്ലാ ട്രിപ്പിലും സഞ്ചാരികളുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലയിൽ നിന്നുള്ള സഞ്ചാരികളാണ് ബസ് യാത്രയ്ക്കായി കൂടുതലെത്തുന്നതെന്ന് KSRTC ബജറ്റ് ടൂറിസം സെൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ രാജീവ് NR പറഞ്ഞു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.